ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തൽ വിവാദം കത്തിനിൽക്കെ നിർണായക CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് വി കുഞ്ഞികൃഷ്ണനെതിരായ നടപടി ചർച്ചയ്ക്ക് പുറത്താക്കുന്നതടക്കം കടുത്ത നടപടികൾ ആലോചനയിൽ. വ്യക്തിപരമായി ആരും ഫണ്ട് തിരിമറി നടത്തിയിട്ടില്ലെന്ന നിലപാടിൽ നേതൃത്വം, രണ്ടും കൽപ്പിച്ച് വി കുഞ്ഞികൃഷ്ണനും. NBA പ്രവേശനത്തിൽ അതൃപ്തി പുകയുന്നതിനിടെ 2020 സംസ്ഥാന സമിതി യോഗം ഇന്ന്. തീരുമാനം വിശദീകരിക്കാൻ സാബു M. ജേക്കബ്. ഒഴിഞ്ഞുപോക്ക് തടയാൻ തുടർ നടപടികളും ചർച്ചയ്ക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെയും യോഗം വിളിച്ചു. $20 കോടി പോക്കറ്റിലാക്കിയ ഭാഗ്യവാനെ തിരഞ്ഞ നാട്. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ സമ്മാനാർഹനെക്കുറിച്ച് സൂചനകളില്ല. ടിക്കറ്റ് വാങ്ങിയത് കാഞ്ഞിരപ്പള്ളി സ്വദേശി തന്നെയാകാമെന്ന നിഗമനത്തിൽ ഏജന്റ് സുദീഖ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം ഇന്ന്. മമ്മൂട്ടിയും ടൊവിനോയും ആസിഫും ഷംല ഹംസയും അടക്കം 51 ചലച്ചിത്ര പ്രതിഭകൾ പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിൽ അവാർഡ് നടി ശാരദയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കും. കാനഡയ്ക്കെതിരെ കടുംവെട്ട് തീരുമാനം പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. ചൈനയുമായി വ്യാപാര കരാറിൽ ഒപ്പിട്ടാൽ 100% തീരുവ ചുമത്തുമെന്ന് ഭീഷണി. കരാറിലായാൽ ചൈന കാനഡയെ വിഴുങ്ങും. ചൈനീസ് ഉൽപ്പന്നങ്ങൾ കാനഡ വഴി അമേരിക്കയ്ക്ക് കടത്താമെന്ന് കരുതേണ്ടെന്നും ട്രംപ്. അമേരിക്കയെ നിശ്ചലമാക്കി അതിശക്തമായ മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും തുടരുന്നു. വാഷിംഗ്ടൺ DC അടക്കം 21 സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ. റോഡുകളിൽ മഞ്ഞുറച്ചതോടെ ഗതാഗതം താറുമാറായി. 9,000-ഓളം വിമാന സർവീസുകൾ റദ്ദാക്കി. ഓസ്ട്രേലിയൻ ഓപ്പണിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. 1-ാം നമ്പർ താരങ്ങളായ അൽക്കറാസിനും സബലങ്കയും കളത്തിൽ. അലക്സാണ്ടർ സ്വരേവും കൊക്കോ ഗൌഫും 4-ാം റൗണ്ടിൽ ഇന്നിറങ്ങും. സ്പാനിഷ് ലീഗിൽ വിയ്യാറയലിനെ തകർത്ത് റയൽ മാഡ്രിഡ് 1ാമത്. റയലിന്റെ ജയം എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെ അട്ടിമറിച്ച് ബോൺമൌത്ത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഫുൾഹാം ടീമുകൾക്കും ജയം. ടോട്ടനത്തെ സമനിലക്കുരുക്ക്.